ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈഷ്ണവ്സ് വിദ്യാലയ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ഹിന്ദിയിലെ ചാപ്റ്റർ മീഠ സന്ധ്ര ആണ്. മീഠ സന്ധ്ര ഒരു സംസ്മരണമാണ്. ഇത് എഴുതിയിരിക്കുന്നത് യായാവർ. മീഠ സന്ധ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ള, സന്ധ്ര എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. അപ്പോൾ മധുരമുള്ള ഓറഞ്ച് എന്നാണ് ഈ ഒരു പാഠത്തിൻ്റെ പേര്. ഇതൊരു സംസ്മരണമാണ്. സംസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ഇത് എഴുതിയിരിക്കുന്നത് യായാവർ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. मैं जब भी शिलोंग में बिताए दिनों को याद करता हूँ तो मुझे ബൂട്ടി കാങ് യാദ് ആത്തി ഹേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ എപ്പോഴെല്ലാം ഷില്ലോങ്ങിൽ ബിതായ ദിനം എന്ന് പറഞ്ഞാൽ ചിലവഴിച്ച ദിവസങ്ങളെക്കുറിച്ച് യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വയസ്സായ ബൂട്ടി കാങ് എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരു കച്ചവടക്കാരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യാദ് ആത്തി ഹേ. വഹാ മേ മൽക്കി ഹിൽസ് മേ രഹ്താ ഥാ. അവിടെ ഞാൻ മൽക്കി ഹിൽസിലാണ് താമസിച്ചിരുന്നത്. വഹ് ഹമാരെ ഘർ കെ പാസ് ഹി ചോട്ടി സി ഗുമടി മേ ബൈട്ടി മൗസമി ഫൽ ബേച്ച്തി ഥി. അപ്പോൾ അവർ ആ സമയത്ത് ഹമാരെ ഘർ കെ പാസ്, നമ്മുടെ വീട്ടിൻ്റെ, അതായത് ഇദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൻ്റെ പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപമായിട്ടുള്ള ഒരു ചെറിയ ചോട്ടീസി ഗുമടി എന്ന് പറഞ്ഞാൽ പെട്ടിക്കടയിൽ മേ ബൈട്ടി, അവിടെ ആ പെട്ടിക്കടയിൽ ഇരുന്ന് മോസ്മി ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന, ബേച്ച്തി എന്ന് പറഞ്ഞാൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അവിടെ ഇദ്ദേഹം ഈ ഒരു എഴുത്തുകാരൻ്റെ വീട്ടിനരികെ ആയിട്ടുള്ള ഒരു പെട്ടിക്കടയിലിരുന്ന് സാധനങ്ങൾ വിൽക്കും. അതായത് മോസ്മി ഫൽ, സീസണൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. സന്തിരെ ഓറഞ്ച്, കേലെ പഴം, പ്ലം, അതുപോലെ പൈനാപ്പിൾ, ഉബലേഷ് ശക്കർകന്ദ് എന്ന് പറഞ്ഞാൽ ഈ വേവിച്ച ഈ മധുരക്കിഴങ്ങുണ്ടല്ലോ, അതാണ് പുഴുങ്ങിയെടുത്ത മധുരക്കിഴങ്ങിനെയാണ് പറയുന്നത് കേട്ടോ. ഉബലേഷ് ശക്കർകന്ദ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് പിപ്പർമെൻറ്റ്, ഇതൊക്കെയാണ് അവിടെ വിറ്റിരുന്നത്. സ്കൂളി ബച്ചേ ഉസ്കെ നിയമത് ഗ്രഹക് ധേ. അപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളി ബച്ചേ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ നിയമിതമായ ഗ്രഹക് എന്ന് പറഞ്ഞാൽ അവിടെ വാങ്ങാനൊക്കെ എപ്പോഴും വരുന്ന കുട്ടികളാണ് എപ്പോഴും അവിടെ വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. മേഫി ഉദർ സെ ജാത്തെ ആത്തെ ഉസ് ദുക്കാൻ സെ കുഷ് ന കുഷ് ഖരീദത. അപ്പോൾ ഇദ്ദേഹം അവിടെ കൂടെയൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ജാത്തെ ആത്തെ എന്ന് പറഞ്ഞാൽ പോവുകയും വരുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഖരീദത എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാറുണ്ടായിരുന്നു. ദോടി ഗപ്ഷപ്പ് ഫി കർത്ത. ദോടി എന്ന് പറഞ്ഞാൽ കുറച്ച്, ഗപ്ഷപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം ഉണ്ടല്ലോ, അതായത് വർത്തമാനമൊക്കെ പറയാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഫി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ഭി ബൈട്ടി ഹോത്തി. അപ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ കൂടെ, ആ വൃദ്ധയായ സ്ത്രീയുടെ കൂടെ അവരുടെ പോത്തി എന്ന് പറഞ്ഞാൽ കൊച്ചുമകളും കൂടെ ബൈട്ടി ഹോത്തി എന്ന് പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ കടയിൽ ചിലപ്പോഴൊക്കെ കൊച്ചുമകളും ഇരിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. മീഠ സന്ധ്ര എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഓറഞ്ച്. അപ്പോൾ ഷില്ലോങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം അവിടെയുള്ള ഒരു വൃദ്ധയായ കച്ചവടക്കാരിയെ ഓർക്കുകയും അവർ അവിടെയുള്ളൊരു പെട്ടിക്കടയിൽ നിന്ന് സന്ധ്ര, മധുരമുള്ള ഓറഞ്ച് വിൽക്കുന്ന കാര്യവും അതുപോലെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വിൽക്കുമായിരുന്നു എന്നും അദ്ദേഹം അതിലേക്കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നും ഓർക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്. एक दिन मैं घर लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം എന്ത് ചെയ്തു? വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അതിലേക്കൂടെ കടന്നുപോയി. ഗുസ്ര എന്ന് പറഞ്ഞാൽ കടന്നു പോകുക. അപ്പോൾ ഈ കടന്നു പോയപ്പോൾ എന്ത് ചെയ്തു? അവരോട്, ആ ഒരു വൃദ്ധയായ സ്ത്രീയോട് ഗപ്ഷപ്പ് കർണേക്കേലി, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ടഹർ ഗയെ, അവിടെ നിന്നു. മെന്നെ ഉസ്സെ പൂച്ച, ഞാൻ അവരോട് ചോദിച്ചു. പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിക്കുക. സന്ധ്ര മീഠാ ഹേ
ഈ ഓറഞ്ച് മധുരമുള്ളതാണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ എഴുത്തുകാരൻ ചോദിക്കുവാണ്, എന്താണ്, മധുരമുള്ളതാണോ, ഓറഞ്ച് മധുരമുള്ളതാണോ? അപ്പോൾ അവർ പറയുവാണ്, ഉസ്നെ കഹ ഹാ ബഹുത്ത് മീഠ, അതെ വളരെ മധുരമുള്ളതാണ് എന്നാണ് പറയുന്നത്. മഗർ ജബ് മേനെ വഹി സവാൽ ദുഹരായാ തോ വഹ് ബോലി. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. ദുഹരായ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക, സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം. എന്തായിരിക്കും അദ്ദേഹം ചോദിച്ചത്? സന്ദര മീഠാ ഹേ എന്ന് പറയുന്ന ചോദ്യം അദ്ദേഹം വീണ്ടും ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറയുവാണ്, എന്താണ് അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്താണ്, ഓറഞ്ച് മധുരമുള്ളതാണോ എന്ന്. അപ്പോൾ അവർ പറയുവാണ്, മീഠാ ഹേ തോ ക്യോ നഹീ മീഠാ ഹോഗ. അപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു എന്താണ്, നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് അല്ലേ, അപ്പോൾ മധുരമുള്ളതല്ലേ, പിന്നെന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് മധുരമില്ലാതാകും എന്നുള്ളതാണ്. എന്തുകൊണ്ട് മധുരമില്ലാതാകും? അപ്പോൾ അവർ പറയുവാണ്, അപ്പോൾ അദ്ദേഹം പറയുവാണ്, കിത്തിനി ചീനി ഡാലി, എത്ര പഞ്ചസാര ഇട്ടു എന്നാണ്. ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര. എത്ര പഞ്ചസാര ഇതിൽ ഇട്ടിട്ടുണ്ട്? മേനെ പൂച്ച, ഞാൻ ചോദിച്ചു. അപ്പോൾ എന്താണ്, ഇദ്ദേഹം ഒരു കളിയായിട്ട് ചോദിക്കുവാണ് കേട്ടോ. വഹ് സമജ് ഗയി കി മേ മസാക്ക് കർ രഹാ ഥ. അവർക്കും മനസ്സിലായി എന്താണ്, ഞാൻ തമാശ, മസാക്ക് എന്ന് പറഞ്ഞാൽ തമാശ പറയുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറയും, അപ്പോൾ അവർ വഹ് ബോലി പറഞ്ഞു, ഏക്ക് പവ്വ. ഏക്ക് പവ്വ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽ സ്പൂൺ എന്നാണ് പറയുന്നത്. അപ്പം മേനെ കഹ, ഞാൻ പറഞ്ഞു, ഏക്ക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹീ ഹോഗ. കാൽ സ്പൂണ് പഞ്ചസാര ഇട്ടാൽ അത്രയും മധുരമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. മീഠാ നഹീ ഹോഗ, അത്രയും മധുരമൊന്നും, ജ്യാദ എന്ന് പറഞ്ഞാൽ ഒരുപാട് മധുരമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. വഹ് ഹസ്തേ ഹുയേ ദോ ഉംഗലിയാൻ ദിക്കാക്കർ ബോലി ദോ പൗവ. അപ്പോൾ അത് കേട്ടിട്ട് എന്ത് ചെയ്തോ, അവർ ചിരിച്ചു. ഹസ്തേ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ചിരിച്ചിട്ട് 2 കൈവിരലുകൾ കാണിച്ചിട്ട് പറഞ്ഞു, ദോ പൗവ, 2.25 സ്പൂണ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും, ജറൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും നല്ല മധുരം കാണും. മീഠാ ഹോഗ. മേനെ ഉസ്സെ കുച്ച് സന്ദിരെ ഖരീദേ. ഞാൻ അവരിൽ നിന്നും കുറച്ച് ഓറഞ്ച് വാങ്ങി. ഓർ ഘർ ചല ആയ, എന്നിട്ട് വീട്ടിൽ വന്നു. കുച്ച് സമയ് ബാദ് മേനെ ഷില്ലോങ് ചോട് ദിയ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഷില്ലോങ് വിട്ടു. ഓർ ഫിർ ബർസോ മേര ഉദർ ജാന നഹി ഹുവ. അതിനുശേഷം വർഷങ്ങളോളം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഷില്ലോങ് പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഷില്ലോങ് വിട്ട് വേറെ അങ്ങോട്ടോ പോയി. അപ്പോൾ ലഘുഫഗ് 20 സാൽ, ഏകദേശം, ലഘുഫഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം, ബാദ്മേ 20 സാൽ ബാദ്മേ ഫിർ ഷില്ലോങ് ഗയ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു, ഷില്ലോങ് പോയി എന്നുള്ളതാണ് പറയുന്നത്. മുജെ ഉസ് ബൂട്ടി കാങ്ക് കി യാദായി. അപ്പം ഷില്ലോങ് പോയപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ ഒരു വൃദ്ധയായ സ്ത്രീയുടെ കട ഓർമ്മ വന്നു. യാദായി എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നു. ഉസ്സെ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പहुंचा. അപ്പോൾ അവരെ കാണാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, മൽക്കി ഹിൽസിലല്ലേ അദ്ദേഹം താമസിച്ചിരുന്നത്, അപ്പോൾ മൽക്കി ഹിൽസിൽ പോയി. ഉസി ജഗഹ്, ആ ഒരു സ്ഥലത്ത്, ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജഹാം വഹ് ചോട്ടി സി ഗുമടി മേ ബൈട്ടി ഹുയി ഫൽ ബേച്ചതി ഥി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവർ എങ്ങനെയാണോ ആ ഒരു ചെറിയ ഒരു പെട്ടിക്കടയിലിരുന്ന് ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫലം അല്ലേ, ആ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നതോ, ആ ഒരു ദുക്കാൻ തോ വഹീദി, ആ ഒരു ദുക്കാൻ, ആ ഒരു കട, ദുക്കാൻ എന്ന് പറഞ്ഞാൽ കട അവിടെ തന്നെ ഉണ്ടായിരുന്നു. വഹീദി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. മഗർ വഹ് വൃദ്ധ കഹീ നസർ നഹി ആയി. പക്ഷേ ആ ഒരു വൃദ്ധ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. വൃദ്ധേനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. നസർ നഹി ആയി എന്ന് പറഞ്ഞാൽ കാണാനില്ലായിരുന്നു. വഹാം ഏക് യുവതി ബൈഠി. ഇപ്പോൾ അവിടെ ഒരു യുവതിയാണ് ഇരിക്കുന്നത്. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലടുക്കി ഫി ബൈഠി തി. അവരുടെ അടുത്തായിട്ട് അവരുടെ ഒരു കുട്ടി, കുഞ്ഞു ഒരു കുട്ടിയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദുക്കാൻ വൈസി ഹി ധി ജേസി വഹ് അബ് സെ 20 സാൽ പെഹലെ ഹുവാ കർത്തി ഥി. ആ ഒരു കട അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ആ കട ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ആ ഒരു കട ഇപ്പോഴും അതേപോലെ തന്നെയാണ്. പക്ഷേ ആ ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ കാണുന്നില്ല. പകരം അവിടെ ഒരു യുവതിയാണ് ഉള്ളത്. യുവതിയും അവരുടെ കുട്ടിയായിരിക്കും അല്ലേ, ഒരു ലടുക്കിയാണ് കാണുന്നത്, ഒരു ചോട്ടീസി ലടുക്കിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. मैंने उस कांग से उस बूटी महिला के बारे में पूछा.
അപ്പോൾ ഇദ്ദേഹം ചെന്നിട്ട് എന്ത് ചെയ്തു, ആ കടയിൽ ചെന്നിട്ട് ആ ഒരു വയസ്സായ സ്ത്രീയെക്കുറിച്ച് ഈ ഒരു യുവതിയോട് പൂച്ച ചോദിച്ചു. പത്താ ചല വഹ് ഉസ്കി നാനി ഥി ജോ അബ് നഹി രഹ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വഹ് ഉസ്കി നാനി ഥി, ആ ഒരു കുട്ടി എന്ന് പറയുന്നത് കുട്ടിയുടെ നാനിയായിരുന്നു, അമ്മുമ്മയായിരുന്നു ആ വൃദ്ധയായ സ്ത്രീ. ഇപ്പോൾ അവർ ജീവനോടെ ഇല്ല. ജോ അബ് നഹി രഹി, അവർ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വന്നത് അവരെ കാണാനാണല്ലേ, പക്ഷേ അവർ ജീവനോടെ ഇല്ല. കുച്ച് സമയ് ഗപ്ഷപ് കർ ചലത്തെ സമയ്, കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ച ശേഷം സന്ദ്ര ലേനേക്ക് ഖ്യാൽ സെ ഹമേഷ കി തര ഉസ്സെ പൂച്ച. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചപ്പോഴാണ് സന്ദ്രയെ ആ ഒരു ഓറഞ്ച് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ, ഖ്യാൽ എന്ന് പറഞ്ഞാൽ ചിന്ത ഉണ്ടായത്. ഹമേഷാക്കി തര ഉസ്സെ പൂച്ച, അപ്പോൾ എപ്പോഴും ഉള്ള പോലെ അവരോട് ചോദിക്കുകയാണ് മീഠാ ഹേ. അപ്പോൾ പണ്ട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത് കേട്ടോ. മധുരമുള്ളതാണോ? അപ്പോൾ അവർ പറയുവാണ് വഹ് ബോലി, ആ യുവതി പറയുകയാണ് ബഹുത്ത് മീഠാ ഹേ, നല്ല മധുരമുള്ളതാണ്. മഗർ ജബ് മേനെ വഹി പ്രശ്ന ദുഹാരായ തോ വഹ് തോടാ നരാസ് ഹോക്കർ ബോലി. അപ്പം വീണ്ടും അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു യുവതിക്ക് കുറച്ച് നാരാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ദേഷ്യമൊക്കെ തോന്നിയിട്ട് പറയുകയാണ് ബോലി മീഠാ ഹേ തോ ക്യോ നഹി മീഠാ ഹോഗ. മധുരമുള്ളതല്ലേ, അതെന്തായാലും മധുരമുള്ളതല്ലേ എന്നുള്ള പഴയ അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും പറയുകയാണ് കേട്ടോ. അതേ ആൻസർ തന്നെ വീണ്ടും പറയുകയാണ്, മധുരമുള്ളതായിരിക്കും എന്നുള്ളത്. മേനെ ബർസോ പുരാന സവാൽ ഫിർ ഉജാല. അപ്പോൾ പണ്ടത്തെ അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ അന്ന് പിന്നെ എന്താണ് പറഞ്ഞത്, കിത്നി ചീനി ഡാലി, എത്ര പഞ്ചസാര ഇട്ടു എന്നുള്ള ചോദ്യമില്ലേ, അത് വീണ്ടും ചോദിച്ചു. വഹ് മുസ്കുരാക്കർ ബോലി, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഏക് പവ. അപ്പോൾ എന്താണ്, അര ടീസ്പൂൺ എന്ന് പറയുകയാണ്. അപ്പോൾ അതേ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. അപ്പോൾ മേനെ കഹ, ഞാൻ പറഞ്ഞു ഇത്തനെ മേ തോ മീഠാ നഹി ഹോഗ, ഇത്ര ഇട്ടാലൊന്നും അത്ര മധുരം ഉണ്ടാവില്ല. വഹ് ഹസ്നേലായി, അവർ ചിരിക്കാൻ തുടങ്ങി. ഫിർ ദോ ഉംഗിലിയാം ദിക്കാക്കർ ബോലി, പിന്നെ 2 കൈവിരൽ കാണിച്ചിട്ട് പറഞ്ഞതാണ് ഇതുപോലെ അല്ലേ. എന്താണ് പറഞ്ഞത്, ദോ പൗവ. അപ്പം പഴയതുപോലെ പറയുകയാണ് ദോ പൗവ. സുനിക്കർ മുജേഫി ഹസിയാഗൈ, ഇത് കേട്ടിട്ട്, സുനിക്കർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നു എന്നുള്ളതാണ്. തബ് തോ ജറൂർ മീഠാ ഹോഗ, അപ്പോൾ എന്തായാലും നല്ല മധുരം ഉണ്ടാവുമെന്ന് പറയുകയാണ്. മേനെ സന്ദ്രേലിയെ, അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ച് വാങ്ങി ഓർ പൈസേ ഉസ്കെ തരഫ് ബഡാദിയ, അപ്പോൾ പൈസ കൊടുക്കണ്ടേ, അപ്പോൾ പൈസ അവർക്ക് നേരെ നീട്ടി. തരഫ് ബഡാദിയ എന്ന് പറഞ്ഞാൽ നീട്ടുക. മഗർ ഉസ്നെ പൈസ ലേനേസെ ഇൻകാർ കർദിയ, പക്ഷേ അവൾ ആ യുവതി എന്ത് ചെയ്തു, പൈസ വാങ്ങുന്നതിന് ഇൻകാർ എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞു. ഇൻകാർ കർദിയ. ഷായദ് ഉസ്നെ മുജെ പഹചാൻ ലിയാ ഥാ, അപ്പോൾ ഷായദ് ഒരു പക്ഷേ ഇവൾക്ക് മനസ്സിലായി കാണും അല്ലേ, ആ പണ്ട് വന്ന ആ ഒരാളാണെന്ന് മനസ്സിലായി കാണും. മേനേഫി ഉസ് പരി ജേസി നൻഹീസി ലടുക്കിക്കോ പഹചാൻ ലിയാ ഥാ, ഞാനും ആ ഒരു പരീജേസി എന്ന് പറഞ്ഞാൽ മാലാക പോലെയുള്ള നൻഹീസി, ആ കുഞ്ഞു കുട്ടിയെ, അന്ന് കണ്ട ആ കുഞ്ഞു കുട്ടിയെ ഇത്രയും വയസ്സായ ശേഷം ഞാനും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ജോ അപ്നി നാനിക്ക് പാസ് ബൈട്ടി ഹോത്തി थी, അപ്പോൾ സ്വന്തം നാനി, ആ അമ്മുമ്മയുടെ കൂടെ ഇരുന്ന് ഫലമെല്ലാം വിൽക്കുന്ന ആ കുട്ടിയെ ഞാനും മനസ്സിലാക്കി, അതുപോലെ തിരിച്ചും മനസ്സിലാക്കി എന്നാണ് ഈ ഒരു കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്, വളരെ നല്ല ഒരു അനുഭവമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് അഭിപ്രായങ്ങളും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ. താങ്ക് യു.